സർവശക്തനായ ദൈവം അനുവദിച്ചതോർത്ത ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായി ഏറ്റവും ഹീനമായ നിലയിൽ മരണത്തെ വരിച്ച ദൈവപുത്രന്റെ രക്ഷാകരമായ കഷ്ടാനുഭവത്തെ ധ്യാനിക്കുന്നതിലൂടെ വ്യക്തിജീവിതത്തിന് ഒരു രൂപാന്തരമുണ്ടാകണം എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ ആരാധനാ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഓർത്ത് അപലപിക്കുവാനോ സഹതപിക്കുവാനോ അല്ല, അതിൽ പങ്കുചേർന്ന ആളുകളെ വിമർശിക്കുവാനോ ശപിക്കുവാനോ അല്ല. ആ മരണം എനിക്ക് നൽകിയതായ സ്വാതന്ത്ര്യത്തെ രക്ഷയും ധ്യാനിക്കുവാനും ആ മരണത്തോടുള്ള ബന്ധത്തിൽ നിന്ന് ഇന്നും അകന്നു നിൽക്കുന്ന, അന്യപ്പെട്ടു നിൽക്കുന്ന എനിക്ക് ക്രൂസിലെ മരണത്തിലേക്ക് എന്നെ തന്നെ ബന്ധിപ്പിക്കുവാനുള്ള ഒരവസരമാണ് ഈ ശുശ്രൂഷകൾ. വളരെ ദീർഘമായ സമയം ഈ ആരാധനയെ സംബന്ധിക്കുമ്പോഴൊക്കെ വേദനിക്കുന്ന, മുറിപ്പെടുത്തുന്ന ഓർമ്മകൾ അവനവനെ കുറിച്ച് തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. പലപ്പോഴും കഷ്ടാനുഭവാഴ്ചയിൽ പ്രാർത്ഥനകളിലും ആരാധനകളിലുമൊക്കെ പല വ്യക്തി ജീവിതങ്ങളെയും പ്രത്യേകമായി എടുത്ത് പരാമർശിക്കുകയും അവർ ചെയ്തതായ തെറ്റുകളെ വിമർശിക്കുകയും അത്തരത്തിലുള്ള വാക്പ്രയോഗങ്ങളൊക്കെ ആരാധനയിൽ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥനയിൽ ഇത് വേണമോ? ആരാധനയിൽ ഇതിന്റെ പ്രസക്തി എന്താണ്? ദൈവസ്നേഹത്തിന്റെ നിറവിൽ മനുഷ്യൻ ദൈവത്തോട് ബന്ധപ്പെടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വിമർശനങ്ങളുടെ ആവശ്യകത എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. യേശുക്രിസ്തുവിന്റെ മരണത്തിനും പീഡാനുഭവത്തിനും കാരണക്കാരായിരുന്ന ആളുകളെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് അവരോടുള്ള വിമർശനമല്ല, മറിച്ച് അവരിൽ പ്രകടമാകുന്ന പാപത്തിന്റെ പ്രവണതകളോടുള്ള വിമർശനമാണ്. പാപത്തിന്റെ പ്രവണതകളെ വിമർശിക്കുമ്പോൾ അതിൽ ഞാനും ഉൾപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ വിമർശനത്തിന് അർത്ഥവും ഗാംഭീര്യവും ഉണ്ടാവുക. പത്രോസിനെയോ യൂദയെയോ ഫരീസന്മാരെയോ സാദൂക്യരെയോ മഹാപുരോഹിതന്മാരെയോ ഒക്കെ വിമർശിക്കുമ്പോൾ അവരിൽ പ്രകടമായി കാണുന്ന എൻ്റെ ഭാവത്തോടുള്ള വിമർശനമായി, എൻ്റെ ഭാവത്തോടുള്ള പ്രതികരണമായിട്ട് അതിനെ കാണുമ്പോഴാണ് ഈ വിമർശനം മൂന്നാമതൊരാളെയല്ല, അത് എന്നെ തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ വിമർശനങ്ങൾ മുഴുവൻ തമ്മിൽ കേന്ദ്രീകൃതമാണ്. ക്രൂശീകരണത്തിന് കാരണക്കാരായ ഓരോ ജീവിതങ്ങളെയും അനുസ്മരിക്കുമ്പോൾ ആ അനുസ്മരണത്തിൽ ഉളവാകുന്ന വേദനകളും ഭാരങ്ങളും അവർ ചെയ്തതായ പ്രവർത്തനങ്ങളുമൊക്കെ വേദനിപ്പിക്കേണ്ടത് മനുഷ്യത്വത്തിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ പ്രകടമാകുന്ന ഇത്തരത്തിലുള്ള പ്രവണതകളെയാണ്. ഗലീലായിലെ സ്ത്രീകളെ നോക്കിക്കൊണ്ട് നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീനെന്ന് പറഞ്ഞതാ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നമ്മെയും നമ്മോടൊപ്പമുള്ളവരെയും ഓർത്ത് കരയുവാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. സഹോദരങ്ങളെ, ഒരു കാര്യം മാത്രം അമുഖമായിട്ടുള്ള ഈ ചിന്തകളിൽ സമർപ്പിക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. 33 വയസ്സായി ഈ ലോകത്ത് ജീവിച്ച, വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രം യാത്ര ചെയ്ത, ഒരക്ഷരം പോലും എഴുതി വെക്കാതെ, എഴുതി വെക്കണമെന്ന് ആരോടും ആവശ്യപ്പെടാതെ 33-ൽ 30 വർഷക്കാലം ഒതുങ്ങി ജീവിച്ച, പരസ്യമായ രംഗത്ത് വരാതെ രഹസ്യമായ വ്യക്തിപരമായ ജീവിതവുമായി മുന്നോട്ട് പോയി 3 വർഷം, ഏറിയാൽ 3.5 വർഷം മാത്രം ഈ ലോകത്തിൽ ജീവിക്കാൻ അവസരം ലഭിച്ച ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് ലോകം മുഴുവൻ ആദരിക്കുന്നത് എന്നുള്ളത് നാം ഓർക്കണം. അതിൽ തന്നെ എത്ര കൊല്ലം എന്നുള്ളതല്ല, എങ്ങനെ എന്നുള്ളതാണ് ജീവിതത്തിന്റെ മാറ്റ് വെളിപ്പെടുത്തുന്നത് എന്ന വ്യക്തമാണ്. യേശുക്രിസ്തുവിന്റെ യാത്രയെക്കുറിച്ച് ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഒരു നിയോഗത്തിന് വേണ്ടി നിന്നുകൊടുക്കലായിരുന്നു അത്. ഒരു നിയോഗത്തിന് വേണ്ടി സ്വയം നിന്നുകൊടുത്ത ജീവിതം.
വിശുദ്ധ കന്യകമറിയാമിന്റെ ഉദരത്തിലേക്ക് വന്ന് അവതരിക്കുമ്പോൾ തന്നിൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൗത്യം പേറി താഴേക്ക് കടന്നു വന്ന, താഴാവുന്നതിന്റെ പരമാവധിയിലേക്ക്, മനുഷ്യത്വത്തിലേക്ക് താണിറങ്ങി വന്ന ദൈവപുത്രൻ മാതൃഗർഭം മുതൽ കാൽവറി വരെ വെളിപ്പെടുത്തിയ ഒരു ദൈവ നിയോഗത്തിന്റെ ശൈലിയുണ്ട്. തന്റെ ജീവിതം എന്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടതാണെന്ന് വ്യക്തമായ ധാരണ യേശുവിന്റെ വാക്കിലും പ്രവൃത്തിയിലും സുവ്യക്തമായിരുന്നു. ആ നിയോഗത്തിൽ നിന്നും മാറി ഒരു നിമിഷം പോലും അവൻ ചലിച്ചില്ല. അവന് വിശപ്പുണ്ടായപ്പോഴും, അവന് ദാഹമുണ്ടായപ്പോഴും, അവന് പ്രലോഭനങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും, മനുഷ്യ സമൂഹത്തിൽ അവൻ രാജാവെന്ന തുല്യതയിൽ ആദരിക്കപ്പെട്ടപ്പോഴും ഒന്നും തന്റെ നിയോഗത്തെ വിട്ട് ചരിക്കുവാൻ ക്രിസ്തുവിന് ഇടയായില്ല എന്നുള്ളത് പ്രത്യേകം നാം ഓർക്കേണ്ടതാണ്. സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഓരോ ഭാഗങ്ങളും പരിശോധിച്ചാൽ അറിയാം, കൃത്യമായ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നതിന്റെ മാർഗമധ്യേ സംഭവിച്ചതൊന്നും തന്റെ നിയോഗത്തിന് ഒരു തടസ്സമായില്ല. ഒരു നിയോഗവും പേറി പിറക്കുന്നവരാണ് ഞാനും നിങ്ങളും. വ്യക്തമായ ധാരണകളില്ലാതെ ഒരു ജന്മവും ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നില്ല. കന്യകമറിയാമിന്റെ അടുക്കൽ ഗബ്രിയേൽ മാലാഖ വന്നിട്ട് നീ ദൈവപുത്രനെ, രക്ഷകനെ പ്രസവിക്കുമെന്ന് പറയുമ്പോഴും, യോഹന്നാൻ സ്നാപകൻ ആ രക്ഷകനെ ചൂണ്ടിക്കൊണ്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോഴും, പടയാളികൾ തന്നെ പിടിക്കുവാൻ വരുമ്പോ നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാനാകുന്നു എന്ന് പറയുമ്പോഴും നിയോഗം വളരെ വ്യക്തമാണ്. ഒളിച്ചോട്ടമില്ല, പിന്മാറിയുള്ള ഒരു യാത്രയില്ല. സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ പീഠാനുഭവം എന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് നിയോഗം തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്താണ് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി? കുറെ ആയുസ് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരും, ജീവിക്കുന്ന ആയുഷ്കാലത്തെ നന്മ അനുഭവിക്കാൻ വേണ്ടി ആരാധിക്കുന്നവരും, അതിനുവേണ്ടി ഏത് മാർഗവും അവലംബിക്കുന്നവരുമായ മനുഷ്യനോട് യേശുവിന്റെ പീഠാനുഭവം ഓർമ്മിപ്പിക്കുന്നത് ഒരു പ്രത്യേക നിയോഗവും പേറിയാണ് നിന്റെ പിറവി. നീ പോലും അറിയാതിരുന്ന ഒരു നിമിഷത്തിൽ നീ ആഗ്രഹിക്കാതെ അമ്മയുടെ ഉദരത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളത് ഒരു വലിയ നിയോഗത്തിന്റെ ഭാഗമാണ്. ഇവിടെ വന്ന് പിറന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ സംവിധാനങ്ങളുമായിട്ട് നീ ഇണങ്ങിച്ചേർന്ന, ഈ ലോകത്തിന്റെ ആകർഷണങ്ങൾക്ക് നീ വശംവദനായി തീർന്നിട്ട് നിന്നിലുള്ള നിയോഗം നശിപ്പിക്കരുത് എന്നുള്ളതാണ് ക്രിസ്തുവിന് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കാനുള്ളതെന്ന് ഞാൻ കരുതുകയാണ്. കൽവറിയിലേക്കുള്ള യാത്ര അതൊരു ദൈന്യതയുടെ യാത്രയല്ല. വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളും നാം പരിശോധിച്ചാൽ ആ യാത്രയിൽ എന്തോ തനിക്ക് തീർക്കാനുള്ളതുപോലെ താൻ ഏറ്റെടുത്ത് നിവർത്തിക്കേണ്ട ഒരു ദൗത്യം പൂർത്തീകരിക്കുന്ന ചാരിതാർത്ഥ്യവും പേറിയുള്ള യാത്രയാണ്. ജീവിതത്തിന്റെ എല്ലാ വഴികളും അങ്ങനെ ആവണമെന്ന് തമ്പുരാൻ ഓർമ്മിപ്പിക്കുക. ചാരിതാർത്ഥ്യത്തിന്റെ വഴികൾ മറ്റാർക്കും ഏറ്റെടുക്കാനാവാത്ത നിയോഗമാണ് ക്രിസ്തുവിന്റെ മേൽ വെച്ചു നീട്ടിയത് എന്ന് വെളിപ്പെടുത്തുവാനാണ് അവൻ അനുഭവിച്ച പീഡനത്തിന്റെ സുവ്യക്തമായ ഒരു വിവരണം വേദപുസ്തകത്തിലുള്ളത്. ഇത്രയും വേണ്ടിയിരുന്നോ എന്നാൽ നമുക്കൊക്കെ തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു വിവരണം യേശുവിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ നിയോഗത്തിന്റെ അതുല്യത വെളിപ്പെടുത്തുവാനായിട്ടാണ്. കഷ്ടതകളെല്ലാം, വേദനകളെല്ലാം നിയോഗത്തിന്റെ ഗാംഭീര്യത്തെ, പ്രാധാന്യത്തെ വ്യക്തമാക്കുവാൻ വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ളതാണ്, ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. സഹോദരങ്ങളെ, നിയോഗത്തിൽ നിന്ന് വഴിമാറിയുള്ള യാത്ര, അതും ഈ കഷ്ടാനുഭവത്തോട് ബന്ധപ്പെട്ട് പല വേദഭാഗങ്ങളും സംസാരിക്കുന്നുണ്ട്. പുറകോട്ട് ചുവട് വെക്കുന്ന പത്രോസും മഹാപുരോഹിതന്മാരോട് കൂട്ടുകൂടുന്ന യൂദായും പല തവണ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും സത്യത്തിന് വിരുദ്ധമായി സംസാരിക്കുന്ന പീലാത്തോസും ഒക്കെ ഇവർക്കൊക്കെ ദൈവം അവസരങ്ങൾ കൊടുത്തതാണ്. ഇവരുടെ കൈകളിലൂടെ നാഥന്റെ പീഠാനുഭവം കയറി ഇറങ്ങിപ്പോയ സന്ദർഭങ്ങളിൽ ഒന്ന് ഒഴിഞ്ഞു മാറാനെങ്കിലും നടക്കേണ്ടതാണ്. എന്നാൽ അത് ഞാനായിട്ട് വേണോ എന്തെങ്കിലും ചിന്തിച്ചാൽ ഒഴിഞ്ഞു മാറാൻ ഉള്ള അവസരം പോലും കണ്ടെത്താതെ ഈ ലോകത്തിന്റെ സമ്മർദ്ദങ്ങൾക്കും
ആകർഷണങ്ങൾക്കും വശംവദരായി നിയോഗം തെന്നിമാറിപ്പോകുന്ന സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന്റെ പിന്നിൽ കാരണക്കാരായി തീരുവാൻ, അതിന് പിന്നീട് നമ്മൾ ചരിത്ര നിയോഗം എന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ പിന്നിൽ കാരണക്കാരായി തീർന്ന കുറെ വ്യക്തി ജീവിതങ്ങൾ, അയ്യോ കഷ്ടമെന്ന് ഇന്നത്തെ ആരാധനയെ നമ്മൾ പാടുവാൻ കാരണക്കാരായി തീർന്ന ഈ മനുഷ്യർക്കൊക്കെ വളരെ വ്യക്തമായ ഏറ്റവും ദ ക്രൂഷ്യൽ ടൈം എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ ചില നിമിഷങ്ങൾ വീണ് കിട്ടിയതാണ്. യൂദായിക്ക് കിട്ടിയതാണ്, പീലാത്തോസിന് കിട്ടിയതാണ്, ഹെരോദാവിന് കിട്ടിയതാണ്. ഒരുപാട് ആളുകൾക്ക് ചില നിമിഷങ്ങൾ ദൈവം തമ്പുരാൻ വെച്ച് നീട്ടുകയാണ്. പീലാത്തോസിന്റെ ഭാര്യ തനിക്ക് ലഭിച്ച അത്തരത്തിലുള്ള ഒരു അവസരം വിനിയോഗിക്കുന്നതിനെ കുറിച്ച് വേദപുസ്തകത്തിലുണ്ട്. സഹോദരങ്ങളെ, ചില നിമിഷങ്ങൾക്കായിട്ടാണ് ഈ പിറവി. നിയോഗമെന്ന് പറയുന്നത് കുറെ വർഷങ്ങൾ ഏറ്റെടുത്ത് നിവർത്തിക്കാനുള്ളത് മാത്രമല്ല, ചില നിമിഷങ്ങൾ, ആ നിമിഷങ്ങളിലെ തീരുമാനത്തെ ആശ്രയിച്ചാണ് നിയോഗത്തോട് അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ എന്നുള്ളത് വ്യക്തമാവുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരു നിമിഷം, ആ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ നിയോഗം തിരിച്ചറിയാനുള്ള യാത്ര. വാളിന്റെ വായ്ത്തലയിൽ നിന്നും നൈൽ നദിയുടെ ഒഴുക്കിൽ നിന്നും ഒരു കുഞ്ഞിനെ ദൈവം രക്ഷിച്ച് കൊട്ടാരത്തിൽ സുഖമായി വളർത്തി 80 വർഷക്കാലം തമ്പുരാൻ പോറ്റിയത് ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ ഇസ്രയേലിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുവാനുള്ള ഒരു നിമിഷത്തിലേക്കാണ്. ദൈവം തമ്പുരാൻ വെച്ച് നീട്ടിയ മഹാഭാഗ്യമാകുന്ന ഈ ജീവിതം, ആ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷങ്ങളും സൗകര്യങ്ങളും ഒക്കെ സഹോദരങ്ങളെ ഓർക്കുക. നിയോഗത്തിൽ നിന്ന് പിന്മാറിയ ഒരു യാത്രയാണെങ്കിൽ മടങ്ങി വരണം നിയോഗത്തിലേക്കെന്ന് തമ്പുരാൻ ഓർമ്മിപ്പിക്കുക. ചില നിമിഷങ്ങൾ യേശുവിന്റെ ജീവിതത്തിലും അങ്ങനെ ചില തോന്നലുകൾ ഉണ്ടായി. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണേ. അതൊരു പ്രാർത്ഥനയുടെ തുടക്കമാണ്. പ്രാർത്ഥന തുടങ്ങുന്നതും ഒടുങ്ങുന്നതും രണ്ട് രീതിയിലാവണം. ഒരു ഭക്തൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവൻ എങ്ങനെ വേണമെങ്കിലും നിലവിളിയോടെ പ്രാർത്ഥിക്കാം, വേദനയോടെ, സങ്കടത്തോടെ, തന്റെ ദൈന്യതയുമായ ദൈവസന്നിധിയിലേക്ക് വരാം. പ്രാർത്ഥന തുടങ്ങുമ്പോൾ നീ എങ്ങനായിരുന്നാലും പ്രാർത്ഥന അവസാനിക്കുമ്പോൾ എങ്ങനെയാകണമെന്ന് ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നു. അതൊരു വാക്യം മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ പ്രാർത്ഥനയുടെ സംക്ഷിപ്തമാണത്. തുടങ്ങുന്നത് ഇതൊന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞാണെങ്കിൽ അവസാനിക്കുന്നത് എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ധൈര്യവും ആത്മവിശ്വാസവും വീണ്ടെടുക്കലുണ്ട്. പ്രിയപ്പെട്ടവരെ, നിയോഗം നിവർത്തിക്കുന്ന മനുഷ്യന്റെ ദൈവബന്ധത്തിന്റെ തെളിവാണിത്. വേദനകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ സാധിക്കുമോ എന്നുള്ള വിചാരം പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ സഹജമാണ്. എന്നാൽ അവിടെ തളർന്നു പോവുകയല്ല, ദൈവ നിയോഗം ഫലമേൽപ്പിച്ചവനോടുള്ള ബന്ധത്തിൽ നിന്ന് ആ കരുത്ത് സ്വന്തമാക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിയോഗം സഫലമാകണമെങ്കിൽ ഫലമേൽപ്പിച്ചവനുമായിട്ടുള്ള ബന്ധത്തിലേ അത് സാധ്യമാവുകയുള്ളൂ. എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്നും നമുക്ക് വ്യക്തമായ മറുപടിയൊന്നുമില്ല. പരീക്ഷ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും കുഞ്ഞെ എന്ന് പറഞ്ഞ 6 വയസ്സിലും 7 വയസ്സിലും ഒക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതുപോലെയാണ് 60, 80, 90 ഒക്കെ ആയിട്ടും നമ്മുടെ പ്രാർത്ഥന ഇന്നും അങ്ങനെ എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതായി തോന്നുന്നു. പ്രാർത്ഥന ഒരു കരുത്ത് നേടലാണ്. നിയോഗം നിർവഹിക്കുവാനുള്ള കരുത്ത് സമ്പാദിക്കലാണ് പ്രാർത്ഥന. ഗത്സമനായിൽ വിയർപ്പ് രക്തമായി മാറി എന്നൊക്കെ പറഞ്ഞാൽ ആ വേദനയുടെ പാരമ്യത്തിൽ കരുത്തിന്റെ ആവാഹിക്കലാണത്. പ്രിയപ്പെട്ടവരെ, ഈ ദുഃഖവെള്ളിയുടെ, ഈ വലിയ വെള്ളിയുടെ ആചരണം വ്യക്തിപരമായ ജീവിതത്തിലേക്കൊന്ന് കടന്നു കയറാനുള്ള അവസരമാണ്. അവന്റെ ശരീരം ഉഴവ് ചാല് പോലെ കീറപ്പെട്ടെങ്കിൽ നമ്മുടെ മനസ്സ് അതിനേക്കാൾ ശക്തമായി കീറപ്പെടണം. വെച്ച് നീട്ടിയ ഔദാര്യമായ ഈ ജീവിതം, വെറുതെ നൽകപ്പെട്ട ദൈവത്തിന്റെ ദാനമായ ഒരു ജീവിതം എന്തിനെ കൊണ്ടു നടക്കുന്നു എന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം ഈ ആരാധനയെ നമ്മിൽ തന്നെ കേന്ദ്രീകരിക്കണമെന്നാണ് ഇത്തരണത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. കുരിശാണ് ഇവിടുത്തെ സെന്റർ. കുരിശിനോടുള്ള ബന്ധത്തിലും ആഭിമുഖ്യത്തിലുമാണ് ശുശ്രൂഷകളെല്ലാം നടത്തുന്നത്. അതേ, നിയോഗ സഫലമായതിന്റെ അടയാളമാണ് കുരിശ. നിയോഗം പൂർത്തിയായി
വിജയിയായതിന്റെ ജയാളിയായതിന്റെ സിമ്പലാണ് കുരിശ്. അതുകൊണ്ടാണ് സഭയുടെ പാരമ്പര്യത്തിൽ ഇന്നും നിയോഗത്തിന് വേണ്ടി മല്ലടിക്കുന്ന ക്രിസ്തുവിന്റെ രൂപം കുരിശിലില്ലാത്തത്. നിയോഗം പൂർത്തിയാക്കി വിജയം വരിച്ചവന്റെ അടയാളമാണ് കുരിശ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ കുരിശിനോടുള്ള ബന്ധത്തിൽ അല്പം കഴിഞ്ഞ യാമപ്രാർത്ഥനകൾ പൂർത്തിയായി സ്ലിബാരാധനയുടെ ശുശ്രൂഷയിലേക്ക് വന്ന് കുരിശുമുത്തി കബറടക്കത്തിനും അനന്തര ക്രിയകൾക്കുമായി ഒരുങ്ങുമ്പോ വ്യക്തിപരമായി ദൈവം തന്ന ഈ ജീവിതത്തിന്റെ സങ്കടങ്ങളും പരിഭവങ്ങളും ഒക്കെ ഒന്നും മറക്കാം. നീ രോഗിയാണോ എങ്കിലും നീ ജീവിക്കുന്നു എന്നുള്ളതൊരു ഭാഗ്യമാണ്. നീ കടക്കാരനോ സാമ്പത്തിക ബാധ്യതയുള്ളവനുമാണോ എന്നാലും നിനക്ക് ജീവിക്കാൻ ദൈവം അവസരം തരുന്നു എന്നുള്ളത് ഒരു ദൈവകൃപയല്ലേ? ഈ ലോകത്തിന്റെ ഇല്ലായ്മകളും പ്രാരാബ്ദങ്ങളും പരിഭവങ്ങളും ഒക്കെ പേറുന്ന മനസ്സിനെ ഒന്ന് മാറ്റിയിട്ടാൽ ധൈര്യവും സംതൃപ്തി അനുഭവിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ ജീവിതത്തെ, അതായത് രോഗമുള്ള ജീവിതമാണെങ്കിൽ, വേദനയും പ്രയാസവുമുള്ള ജീവിതമാണെങ്കിൽ അതിനെ തന്നെ അവന്റെ സന്നദ്ധയിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ദർശനം ഉൾക്കൊള്ളാൻ നമുക്ക് ശ്രമിക്കാം. ഈ പന്തലിൽ നിന്ന് ആരാധനയ്ക്ക് ശേഷം മടങ്ങുമ്പോ നിയോഗം ഏറ്റെടുക്കാനുള്ള കരുത്തുമായി നമുക്ക് മടങ്ങാം. ക്രിസ്തുവിനെ പോലെ ആ മുഖത്ത് ഒരിക്കലും നിരാശയില്ല, ആ വാക്കുകളിൽ ഒരിക്കലും സങ്കടങ്ങളില്ല. ക്രൂസിലെ വാക്കുകളെല്ലാം ശക്തമാണ്, ആധികാരികമാണ്, തന്റെ അടുക്കിലേക്ക് വരുന്നവർക്ക് പ്രചോദനവും ശക്തിയും നൽകുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജീവിത നിയോഗത്തെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നിലകൊണ്ട് നിയോഗം ഫലമേൽപ്പിച്ചവനുമായിട്ടുള്ള ബന്ധത്തിൽ ആ നിയോഗം സഫലമാക്കി അതിൽ വിജയിയാവുന്ന ആ ക്രൂസിന്റെ പരിപൂർണമായ ജയത്തിലേക്ക് എന്നെ നിങ്ങളെയും ഈ ദൃശ്യമായ ശുശ്രൂഷകൾ മുഖാന്തരം നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഉച്ച നമസ്കാരം.